ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ഗുലാബ് ജാമുനാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ടേസ്റ്റിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രെഡ് കൊണ്ടുള്ള ഒരു ഗുലാബ് ജാമാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനായി ഞാനിവിടെ 6 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ഇളം ചൂടുള്ള പാല്, മിൽക്ക് പൗഡർ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഏലക്ക, പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം. ആദ്യമായി ഈ ബ്രെഡിന്റെ ബ്രൗൺ കളറിലുള്ള 4 സൈഡും കത്തി കൊണ്ട് മുറിച്ചു മാറ്റണം. ഇനി ബ്രെഡ് ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെക്കണം. മുറിച്ച ബ്രെഡ് കഷ്ണങ്ങൾ മിക്സിയുടെ ഒരു ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്ത ബ്രെഡ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ ചേർത്തതിന് ശേഷം ഒന്ന് കൈകൊണ്ട് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചെറിയ ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം. പാലിന് ചെറിയ ചൂട് മതി. കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ ശക്തിയിലൊന്നും കുഴക്കരുത്. കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചപ്പാത്തി മാവ് കുഴക്കുമ്പോൾ കൂടുതൽ ബലമൊന്നും പ്രയോഗിച്ച് കുഴക്കരുത്. പാല് ചേർത്ത് കൈകൊണ്ട് നല്ല മയത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ ബലത്തിലൊക്കെ കുഴച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗുലാബ് ജാമുൻ ഭയങ്കര ഹാർഡായി പോകും. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പാലാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പാല് കൂടുതൽ ഒഴിച്ച് വെള്ളം പോലെ ഒന്നും ആകാൻ പാടില്ല. നമുക്ക് കൈകൊണ്ട് ഉരുണ്ട ഉരുട്ടാൻ പാകത്തിന് പാല് ചേർത്ത് കുഴച്ചെടുക്കണം. കുഴക്കുമ്പോഴത്തേക്കും കൂടുതൽ പാലൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുക്കുമ്പോൾ കൂടുതൽ എണ്ണ കുടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഈ കുഴക്കുന്ന കാര്യം മാത്രം നമ്മൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ മാവെല്ലാം നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇത് ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കണം. കുറേശ്ശെ മാവ് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കണം. എല്ലാ മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാ മാവും ഇതുപോലെ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ മധുരം കുറച്ച് മതി എല്ലാവർക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിന്റെ അനുസരിച്ച് 1 കപ്പ് വരെ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരു 3/4 തുടങ്ങി 1 കപ്പ് വെള്ളം വരെ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ പാൻ സ്റ്റൗവിൽ വെച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ സ്റ്റൗവിൽ വെച്ച പഞ്ചസാര തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉരുകി തിളച്ചു വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഏലക്ക ചതച്ചതും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് തിളക്കാൻ അനുവദിക്കണം. ഈ പഞ്ചസാര പാനി നൂൽ പരുവൊന്നും ആകണ്ട. നന്നായിട്ട് തിളച്ചു വരും. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടാം. ഇനി ഒരു നോൺ സ്റ്റിക് പാനിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം. എണ്ണ ചൂടായെന്ന് അറിയാനായിട്ട് ആ ബോൾസിന്റെ ഒരു ചെറിയ പീസ് ഇതിലിട്ട് കൊടുക്കാം.
എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 5-6 ബോൾസ് ഒരുമിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചുമിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. കൂടുതൽ ചൂടിൽ വെച്ച് വറുക്കരുത്, അപ്പൊ പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ഉള്ളു വെന്ത് കിട്ടുകയുമില്ല. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞു വന്നിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി എല്ലാ സൈഡും നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കി ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനി സ്റ്റവിൽ വെച്ച് വീണ്ടും ഒന്ന് തിളപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ബോൾസ് ചേർത്ത് കൊടുക്കാം. ഈ ബോൾസ് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് മൂടി ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കണം. ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻ പാകമായി വന്നിട്ടുണ്ട്. നമുക്കത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റെഡിയായിരിക്കുന്ന ഗുലാബ് ജാമുനിന്റെ പുറത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പിസ്തയോ ബദാമോ ചേർത്ത് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.